ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. പൊതു ഇടങ്ങൾ മുതൽ വിദ്യാലയങ്ങൾ വരെ മയക്കുമരുന്ന് മാഫിയ കൈയടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ലഹരി വിരുദ്ധ ദിനാചരണം. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനായി ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടണം. പോരാടിയേ മതിയാകൂ. മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നശിപ്പിക്കുന്ന വിപത്താണ് ലഹരി. മുൻപെങ്ങുമില്ലാത്ത വിധം രാസലഹരിയുടെ ഉൽപ്പാദനവും ഉപയോഗവും വർദ്ധിച്ചു വരികയാണ്. ലഹരിക്കടിമകളാകുന്ന മനുഷ്യർ മാത്രമല്ല, ലഹരിക്കടത്തിന് മുൻകൈയെടുക്കുന്ന രാജ്യങ്ങളും ഈ വിപത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നുണ്ട്. 2023 കൊച്ചി നഗരത്തിൽ മാത്രം ലഹരിയുമായി ബന്ധപ്പെട്ട 7000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടെ കേരളത്തിലെ ആകെ കേസുകളിൽ രേഖപ്പെടുത്തിയത് 300 ഇരട്ടി വർധന. 25-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് ലഹരി ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും. സ്കൂൾ കുട്ടികൾക്കിടയിലും ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് ഉത്കണ്ഠയുണ്ടാക്കുന്നുണ്ട്. 1987 ഐക്യരാഷ്ട്ര സംഘടന ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ആഹ്വാനം നൽകിയത്. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, സാമൂഹിക അവബോധം സൃഷ്ടിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. ജീവൻ അപകടപ്പെടുത്തുന്ന ലഹരിക്ക് അടിപ്പെടാതിരിക്കാം. ജീവിതമാകട്ടെ നമ്മുടെ ലഹരി. റിസർച്ച് ഡെസ്ക് 24.